നമസ്കാരം. ചൈനയ്ക്ക് അവസാന താക്കീതുമായി ഇന്ത്യ രംഗത്ത് വന്നിരിക്കുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തി എസ് ജയശങ്കർ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. ഇന്ത്യയും ചൈനയും സംഭാഷണവും ആശയവിനിമയവും ശക്തമാക്കണം. അതല്ലാത്ത പക്ഷം ഇന്ത്യ ചൈന അതിർത്തി തർക്കം ബന്ധങ്ങളിൽ വിള്ളൽ വരുത്തുന്നതിന് കാരണമാകുമെന്നാണ് എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രിക്ക് അന്തിമ മുന്നറിയിപ്പായി നൽകിയത്. മുൻകാല കരാറുകൾ പ്രകാരം നിയന്ത്രണ രേഖകൾ പരിഗണിച്ച് ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോകണമെന്നും നിയന്ത്രണ രേഖകൾ മറികടന്നുള്ള ചൈനയുടെ പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധത്തെ മോശമായി ബാധിക്കുമെന്നും അനാവശ്യ പ്രകോപനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നതുമാണ് ഇന്ത്യയുടെ പക്ഷം. നിലവിലെ സങ്കീർണമായ അന്താരാഷ്ട്ര ഭൂപ്രകൃതി ശ്രദ്ധിക്കുകയും രണ്ട് പ്രധാന അയൽരാജ്യങ്ങളായ വികസ്വര രാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും ചൈനയും സംഭാഷണവും ആശയവിനിമയവും ശക്തമാക്കണമെന്നാണ് വാങ്ങിയും പറഞ്ഞത്. ഭയാനകമായ ആഗോള വെല്ലുവിളികൾക്ക് അടിവരയിടുന്ന ചൈനീസ് വിദേശകാര്യമന്ത്രി പരസ്പര പ്രയോജനകരമായ സഹകരണത്തിനായി ഇരു രാജ്യങ്ങളും ധാരണയും പരസ്പര വിശ്വാസവും വർദ്ധിപ്പിക്കണമെന്നും ഊന്നി പറഞ്ഞു. ആസിയാൻ യോഗങ്ങൾക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി, CPC സെൻട്രൽ കമ്മിറ്റി പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേപോലെ തന്നെ പരസ്പര ധാരണയും പരസ്പര വിശ്വാസവും വർദ്ധിപ്പിക്കണമെന്നും വ്യത്യാസങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യണമെന്നും വാങ്ങി പറയുന്നുണ്ട്. പരസ്പര പ്രയോജനകരമായ സഹകരണം വികസിപ്പിക്കുകയും വേണം. ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഭിന്നതകൾക്കും സംഘർഷങ്ങൾക്കും അതീതമായി ഉയരാൻ ഇരുപക്ഷവും യുക്തിസഹമായ സമീപനം സ്വീകരിക്കണമെന്നും കൂട്ടിച്ചേർത്തു. പ്രത്യക്ഷത്തിൽ സമാധാനപരമായ പ്രതികരണം നൽകി അതിന് നേർവിപരീതമായി കാര്യങ്ങൾ നീക്കുന്ന പാരമ്പര്യമാണ് ചൈനയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറച്ചിലൊന്നും എത്രമാത്രം മുഖവിലക്കെടുക്കാം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അതിർത്തി തർക്കങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലും പ്രതിഫലിപ്പിക്കുമെന്ന ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കിഴക്കൻ ലഡാക്കിൽ തുടരുന്ന അതിർത്തി തർക്കങ്ങൾക്കിടയിലാണ് ജയശങ്കർ വാങ്ങി കൂടിക്കാഴ്ച നടന്നത് എന്നത് അടിവരയിട്ട് പറയണം. മുൻകാല കരാറുകൾ പാലിച്ച് നിയന്ത്രണ രേഖകൾ മറികടക്കാതെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. അതിനാൽ പ്രശ്നങ്ങളെ ലക്ഷ്യബോധത്തോടെ സമീപിക്കാൻ സാധിക്കണമെന്നും എസ് ജയശങ്കർ പറയുന്നുണ്ട്. ചരിത്രത്തിനും ജനങ്ങൾക്കും ലോകത്തിനും വേണ്ടിയുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ ചൈന ഇന്ത്യ ബന്ധങ്ങളുടെ മെച്ചപ്പെടുത്തലും സുസ്ഥിരമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇരുപക്ഷവും ഭിന്നതകൾക്കും സംഘർഷങ്ങൾക്കും അതീതമായി ഉയരാൻ യുക്തിസഹമായ സമീപനം സ്വീകരിക്കണം എന്നതാണ് പോയിന്റ്. ചൈന ഇന്ത്യ ബന്ധത്തിന്റെ സുപ്രധാന ആഘാതം ഉഭയകക്ഷി പരിധിക്കപ്പുറമാണെന്ന് എംബസിയുടെ പ്രസ്താവനയിൽ വാങ്ങി പറഞ്ഞതും അടിവരയിടണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രണ്ട് പുരാതന നാഗരികതകളായി ചൈനയുടെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ ജ്ഞാനം തെളിയിക്കണം. ആഗോള വെല്ലുവിളികളെ നേരിടാൻ ആഗോള ദക്ഷിണേന്ത്യയിലെ രാജ്യങ്ങളുടെ ഐക്യദാർഢ്യവും സഹകരണവും ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ട് വലിയ അയൽക്കാർക്കും പരസ്പരം ഇണങ്ങിച്ചേരാനുള്ള ശരിയായ മാർഗം സജീവമായി പര്യവേഷണം ചെയ്യാനും പരസ്പരം പോസിറ്റീവ് ധാരണകൾ വളർത്തിയെടുക്കാൻ എല്ലാ സമൂഹങ്ങളെയും നയിക്കാനും ഇരുപക്ഷവും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി പ്രതീക്ഷ നൽകുന്നുവത്രേ. ചൈന ഇന്ത്യ ബന്ധം ശരിയായ പാതയിൽ തിരിച്ചെത്തുന്നത് ഇരുപക്ഷത്തിന്റെയും താൽപര്യങ്ങളെ സേവിക്കുമെന്നും ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങളുടെ പങ്കിട്ട അഭിലാഷങ്ങൾ നിറവേറ്റുമെന്നും വാങ്ങി ഊന്നി പറഞ്ഞു. അതേസമയം ഇന്ത്യയും ചൈനയും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളും വളർന്നുവരുന്ന രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകളും നീണ്ട ചരിത്രങ്ങളുള്ള പുരാതന നാഗരികതകളുമാണെന്നാണ് എം ജയശങ്കർ പറഞ്ഞത്. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സുസ്ഥിരവും പ്രവചിക്കാവുന്നതുമായ വികസനം നിലനിർത്തുന്നത് പൂർണ്ണമായും ഇരുപക്ഷത്തിന്റെയും താൽപര്യങ്ങളാണ് എന്നും പ്രാദേശിക സമാധാനം ഉയർത്തിപ്പിടിക്കാനും ബഹുധ്രുവത പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രത്യേക പ്രാധാന്യമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കും ചൈനയ്ക്കും വിശാലമായ താൽപര്യങ്ങളുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലെ സാഹചര്യം സൃഷ്ടിക്കുന്ന നിഴലിനെ അഭിമുഖീകരിക്കുന്നു. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം നല്ലതിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ചരിത്രപരവും തന്ത്രപരവും തുറന്നതുമായ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണ്. അതിനൊപ്പം തന്നെ നിന്നാൽ ചൈനയ്ക്കും സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കും. അതല്ലാത്ത പക്ഷം പ്രശ്നങ്ങൾ തുടർക്കഥയാവുക തന്നെ ചെയ്യും. നിലവിൽ അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്താൻ യോജിച്ച ശ്രമങ്ങൾ നടത്താനും അതിർത്തി കാര്യങ്ങളിൽ കൂടിയാലോചനകളിൽ പുതിയ പുരോഗതിക്കായി പ്രവർത്തിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട്. കിഴക്കനേഷ്യയിലെ സഹകരണ പ്ലാറ്റ്ഫോമായ SCO, G20, ബ്രിക്സ് എന്നിവയുടെ ചട്ടക്കൂടിനുള്ളിൽ ആശയവിനിമയം ശക്തിപ്പെടുത്താനും ബഹുരാഷ്ട്രവാദം സംയുക്തമായി പരിശീലിക്കാനും വികസ്വര രാജ്യങ്ങളുടെ നിയമാനുസൃത അവകാശങ്ങളും താൽപര്യങ്ങളും ഉയർത്തിപ്പിടിക്കാനും ഇരുപക്ഷവും സന്നദ്ധതയും പ്രകടിപ്പിച്ചിട്ടുണ്ട്.